രണ്ടു നദികൾക്കു നടുവിലുള്ള ഒരു ചെറിയ ദ്വീപാണ് ശ്രീരംഗം. പാലാഴിയിൽ കിടക്കുന്ന പത്മനാഭനെ പോലെ കാവേരി കൊള്ളിട മധ്യത്തിൽ ശ്രീ രംഗനാഥൻ ശയിക്കുകയാണ്. 1323 ദില്ലി സുൽത്താൻമാർ തമിഴ്നാട് ഭരിക്കുന്ന കാലത്താണ് രംഗനാഥസ്വാമി ക്ഷേത്രം മുസ്ലിം രാജാക്കന്മാരാൽ കൊള്ളയടിക്കപ്പെട്ടത്. അന്ന് ക്ഷേത്രത്തെ മുസ്ലിം ആക്രമണകാരികളിൽ നിന്ന് രക്ഷിക്കാൻ നടത്തിയ ചെറുത്തുനിൽപ്പിൽ ജീവൻ നഷ്ടമായത് ഏകദേശം 12,000 ദ്വീപ് നിവാസികൾക്കാണ്. തടഞ്ഞവരെയെല്ലാം വെട്ടിവീഴ്ത്തി മുഗൾ സൈന്യം ക്ഷേത്രത്തിലെത്തി ദേവന്റെ സ്വത്തും ആഭരണങ്ങളും എല്ലാം കൊള്ളയടിച്ചു. അതുകൊണ്ടൊന്നും അവർ തൃപ്തരായില്ല. അവർ അന്വേഷിച്ചത് അപൂർവമായ അപരാജി സ്വർണത്തിൽ നിർമ്മിച്ച നെമ്പെരുമാൾ വിഗ്രഹമായിരുന്നു. ഭഗവാനെ പാടി സ്തുതിച്ച ഭക്ത മീരയെ പോലെ ആടി സേവിച്ച ഒരു നർത്തകി ഉണ്ടായിരുന്നു ശ്രീരംഗത്ത്. അവളാണ് വെള്ളായി. വിഗ്രഹം കൊള്ളയടിക്കുകയാണ് മുഗളന്മാരുടെ ലക്ഷ്യമെന്ന് മനസ്സിലാക്കിയ വെള്ളായി അവരുടെ പടത്തലവന്റെ മുൻപിൽ ലാസ്യ നടനമാടാൻ ആരംഭിച്ചു. സൈന്യത്തിന്റെ കണ്ണിൽപ്പെടാതെ വിഗ്രഹം ശ്രീരംഗത്തു നിന്നും മധുരയിലേക്ക് എത്തിക്കാനുള്ള സമയം വൈഷ്ണവാചാര്യനായിരുന്ന പിള്ളൈ ലോകാചാര്യന് ഉണ്ടാക്കിക്കൊടുക്കുക എന്ന ദൗത്യമായിരുന്നു വെള്ളായിക്ക്. വെള്ളായിയുടെ സൗന്ദര്യത്തിൽ മയങ്ങിയ മുസ്ലിം പടത്തലവൻ വന്ന കാര്യം മറന്ന് അവളുടെ പിന്നാലെ കൂടി. മണിക്കൂറുകളോളം അവൾ നിർത്താതെ മാദക നൃത്തമാടി എന്നാണ് ചരിത്രം പറയുന്നത്. നൃത്തം അവസാനിക്കുമ്പോഴേക്കും അവൾ പടത്തലവനെ വടക്കേ ഗോപുരത്തിന്റെ മുകളിലത്തെ നിലയിൽ എത്തിച്ചിരുന്നു. ആ കാമപ്രാന്തന് കയ്യിലകപ്പെടുക എന്നത് രംഗനാഥ ഭക്തയായ അവൾക്ക് ചിന്തിക്കാൻ പോലും ആകുമായിരുന്നില്ല. ബുദ്ധിമതിയായ വെള്ളായി വടക്കേ ഗോപുരത്തിന് മുകളിൽ നിന്നും അയാളെ താഴേക്ക് തള്ളിയിട്ട് കൊന്നു. തിരിച്ചു ചെന്നാൽ അയാളുടെ സൈന്യം അവളെ ജീവനോടെ വിടില്ല എന്നറിഞ്ഞ വെള്ളായി സ്വയം മരണം വരിക്കാൻ തീരുമാനിച്ചു. ശ്രീരംഗനാഥ എന്നുറക്കെ വിളിച്ചുകൊണ്ട് അവൾ ഗോപുരത്തിന്റെ മുകളിൽ നിന്ന് ചാടി ദേഹത്യാഗം ചെയ്തു. പിന്നീട് 50 വർഷത്തിനു ശേഷം 1373 നെമ്പെരുമാൾ വിഗ്രഹം ശ്രീരംഗത്ത് തിരിച്ചെത്തിച്ചത്. ഇന്നും വെള്ളായിയുടെ ധീരതയ്ക്കുള്ള ആദരവായി ശ്രീരംഗത്തെ വടക്കേ ഗോപുരം വെള്ളായി ഗോപുരം എന്ന പേരിൽ വെള്ള നിറത്തിൽ സംരക്ഷിച്ചിരിക്കുന്നത് കാണാം. ഇങ്ങനെ നമ്മുടെ പൂർവികർ അവരുടെ ജീവൻ നൽകിയാണ് ഈ ധർമ്മത്തെ സംരക്ഷിച്ചു പോന്നത്. അത്രയൊന്നുമില്ലെങ്കിലും നിത്യേന നാമം ജപിച്ചും അടുത്തുള്ള ക്ഷേത്രത്തിലെങ്കിലും ദർശനം നടത്തി വരും തലമുറകൾക്ക് സനാതനധർമ്മത്തിന്റെ പെരുമ പറഞ്ഞ് മനസ്സിലാക്കാൻ ഈ മനോഹര സംസ്കാരത്തെ സംരക്ഷിക്കുക. ഇനിയൊരു ജന്മം കൂടി ജനിക്കേണ്ടി വന്നാലും ആത്മീയതയ്ക്കുള്ള പ്രത്യാശ വറ്റാതെ ഹിന്ദുധർമ്മം ഈ ഭൂമിയിൽ ബാക്കിയുണ്ടാവണമല്ലോ.